നെക്സ്റ്റ് ടോപ്പിക് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ് ആണ്. അപ്പോൾ നമുക്ക് സീൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ സീക്വൻസിലാണ് എന്ത് ചെയ്യുക, പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് റെപ്പിറ്റീഷനോ അതേപോലെ നമ്മൾ എക്സ്ട്രാ അതിനൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നില്ല. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ഐട്രേഷൻ കണ്ടിന്യൂസ് ആക്കാതെ നമുക്ക് കണ്ടീഷനെ ബേസൊക്കെ ചെയ്ത് ചെയ്യാം. അങ്ങനെ സിയിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് മെയിനായിട്ട് 4 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സാണ് ഉള്ളത്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടീഷണൽ ഓപ്പറേറ്റർ, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് കേസാണ് ഡിസിഷൻ മേക്കിംഗ് വിത്ത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഫ് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം അതിലുള്ള സെറ്റ് ഓഫ് കണ്ടീഷൻസ് എന്ത് ചെയ്യും, അതായത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് കണ്ടീഷൻ്റെ ഫ്ലോ ചാർട്ടായിട്ട് പറയുവാണെങ്കിൽ ഫ്ലോ ചാർട്ടിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റോംബസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിൻറ്റ് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ അവിടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും, അത് നമ്മൾ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്ക് ബാലൻസ് 0 ആണോ ചെക്ക് ചെയ്യുവാണ്, അങ്ങനെയാണെങ്കിൽ ബോറോ മണി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിൻറ്റ് ചെയ്യാനുള്ളത്. ദെൻ ഇഫ് റൂം ഈസ് ഡാർക്ക് ദെൻ പുട്ട് ഓൺ ലൈറ്റ്സ്. അങ്ങനെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ തന്നിരിക്കുവാണ്. ഇഫ് തന്നെ നമുക്ക് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സിമ്പിൾ ഇഫ്, ഇഫ് എൽസ്, നെസ്റ്റഡ് ഇഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ. അതിൽ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ ജസ്റ്റ് ഇഫ് കണ്ടീഷൻ ഉണ്ടാവും. അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും എക്സിക്യൂട്ട് ചെയ്യാൻ. ദെൻ ഇഫിൻ്റെ കണ്ടീഷന് ശേഷം നമ്മൾ നോർമലി ഔട്ട് സൈഡുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ടാവും. സോ അതിൻ്റെ ഫ്ലോ ചാർട്ട് പറയുവാണെങ്കിൽ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മളവിടെ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ ഇഫിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഫോർ എക്സാമ്പിൾ കാറ്റഗറി ഈക്വൽ ടു സ്പോർട്സ് ആണെങ്കിൽ മാർക്ക് എന്ത് ചെയ്യും, മാർക്ക് ഈസ് ഈക്വൽ ടു മാർക്ക് പ്ലസ് ബോണസ് ആക്കും. അതിനുശേഷം ഔട്ട്സൈഡ് ഇഫ് ഫംഗ്ഷനിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിൻ്റ് എഫ് %f, മാർക്ക്. ഇവിടെ മാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്ലോട്ടിംഗ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ %f കൊടുത്തിരിക്കുന്നത്. ദെൻ ഒരു പ്രോഗ്രാം ഉണ്ട്, ABC 3 വാല്യൂസ് ആഡ് ചെയ്യാം. എന്നിട്ട് A+B to C-Dയുടെ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് C-D ≠0 എന്നുള്ള രീതിയിൽ പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഇതിൽ പ്രോഗ്രാം മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലറേഷൻ പാർട്ട് വന്നിട്ടുണ്ട്. ദെൻ പ്രിൻ്റ് അകത്ത് 4 ഇൻഡിജേഴ്സിനെ റീഡ് ചെയ്തു. C-D ≠0 ആണെങ്കിൽ മാത്രം റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്തു, റേഷ്യോനെ പ്രിൻറ്റ് ചെയ്തു, അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും. ദെൻ അനദർ പ്രോഗ്രാമിൻ്റെ എക്സാമ്പിളാണ് ഇത്. നമ്പർ ഓഫ് ബോയ്സിൻ്റെ നമ്മൾ കൗണ്ട് എടുക്കുവാണ്. അവിടെ കണ്ടീഷൻ ഇതാണ്, വെയ്റ്റ് ഈസ് ലെസ് ദാൻ 50, ഹൈറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 170. അതായത് ഇതായിരിക്കും കണ്ടീഷൻ. 2 കണ്ടീഷനും ചെക്ക് ചെയ്യണോണ്ടാണ് ഇൻ ബിറ്റ്വീൻ നമ്മൾ ലോജിക്കൽ ആൻഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിൻ്റെ പ്രോഗ്രാം വന്നിട്ട് മെയിൻ ഫംഗ്ഷനിൽ കൗണ്ടും ഐയും വെയ്റ്റും ഹൈറ്റും ഒക്കെ കൊടുത്തു. എൻ്റർ ദി ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ഫോർ 10 ബോയ്സ് കൊടുത്തു. 10 ബോയ്സ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ലൂപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. വെയ്റ്റും ഹൈറ്റും നമ്മൾ എന്ത് ചെയ്തു, റീഡ് ചെയ്തു. കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. വെയ്റ്റ് ലെസ് ദാൻ 50 ഹൈറ്റ് ഗ്രേറ്റർ ദാൻ 170 ഉള്ളവർക്ക് അവരുടെ മാത്രം കൗണ്ടിൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ചെയ്തു. ദെൻ നമ്പർ ഓഫ് ബോയ്സ് വിത്ത് വെയ്റ്റ് ലെസ് ദാൻ 50 എന്ന് ജസ്റ്റ് പ്രിൻറ്റ് വരാൻ വേണ്ടിയിട്ട് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് കൊടുത്തു. അതേപോലെ തന്നെ അതിൻ്റെ കൗണ്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്തു. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടാണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് ഇഫിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ ഉണ്ടാവും. അത് ട്രൂ ആണെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ഇഫിൻ്റെ ഔട്ട്സൈഡുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ അതിൻ്റെ നമ്മൾ ഫ്ലോ ചാർട്ട് പറയുവാണെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കും. ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്യും, അതായത് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഫോൾസ് ആണെങ്കിൽ അവിടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ദെൻ ഇഫിൽ നിന്ന് ഔട്ട്സൈഡ് വരുമ്പോൾ പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ടാവും. ദെൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇഫിൻ്റെ തന്നെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇതിൽ രണ്ടും ഇഫ് തന്നെയാണ്. അതല്ലാതെ ഇഫ് എൽസ് വെച്ചിട്ടുള്ള ഇതാണ്. ഇഫ് കോഡ് ഈക്വൽ ടു 1 ആണെങ്കിൽ ബോയ് ഈക്വൽ ടു ബോയ് +1, അല്ലെങ്കിൽ ഗേൾ ഈക്വൽ ടു ഗേൾ +1. ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഇഫ് കോഡ് ഈക്വൽ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഇഫ് കോഡ് ഈക്വൽ ടു 2 ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ്
ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കേസിൽ ഇഫ് കോഡ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്തോളൂ, എൽസ് പാർട്ടിലേക്ക് എക്സിക്യൂഷൻ പൊക്കോളും. ദെൻ നെക്സ്റ്റ് ആണ് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഇഫിൻ്റെ അകത്ത് വേറെ ഇഫ് അങ്ങനെ പോകുന്നതാണ് നെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ. ഇവിടെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ അകത്ത് വേറൊരു ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ക്ലോസ് ആയി, അപ്പോൾ ഈ ഫസ്റ്റത്തെ ഇഫിൻ്റെ എൽ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ വരുന്നതാണ് നെസ്റ്റഡ് ഇഫ്. അതായത് ഒരെണ്ണത്തിൻ്റെ അകത്ത് വേറെ ഇഫ്. അതിൻ്റെ ഫ്ലോ ചാർട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇഫിൻ്റെ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് നോക്കി, അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു കണ്ടീഷൻ, അത് ട്രൂ ആണെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിൻറ്റ് ചെയ്യാനുണ്ടാവും. ദെൻ ഫോൾസ് ആണെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ ഫസ്റ്റത്തെ ഇഫിൻ്റെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇനി ഇതെല്ലാത്തിനെയും ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഔട്ട് സൈഡുള്ള കുറേ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ താഴെ തന്നിരിക്കുന്നത്. ദെൻ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇഫ് സെക്സ് ഈസ് ഫീമെയിൽ, ദെൻ നെക്സ്റ്റ് കണ്ടീഷനാണ് ബാലൻസ് ഗ്രേറ്റർ ദാൻ 5,000 ആണെങ്കിൽ ബോണസ് കൊടുക്കുക, അല്ലെങ്കിൽ ബോണസ് 0.02 ആക്കുക. ഇനി ഫസ്റ്റ് ഇഫിൻ്റെ എൽസ് കണ്ടീഷനാണിത്. ആ ടൈമിൽ ബോണസ് 0.02 ഇൻറ്റു ബാലൻസ്. എന്നിട്ട് ഇതെല്ലാത്തിൻ്റെ ഐറ്ററേഷന് ശേഷം ഔട്ട് സൈഡ് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഈക്വൽ ടു ബാലൻസ് പ്ലസ് ബോണസ്. നെക്സ്റ്റ് ഒരു പ്രോഗ്രാം എക്സാമ്പിൾ നെസ്റ്റഡ് ഇഫ് വെച്ചിട്ടുള്ള ലാർജസ്റ്റ് എമംഗ് 3 നമ്പേഴ്സാണ്. അപ്പോൾ മെയിൻ ഫംഗ്ഷനിൽ എയും ബിയും സിയും കൊടുത്തു. ആ 3 വാല്യൂസ് നമ്മൾ റീഡ് ചെയ്തു. ഫസ്റ്റ് എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്തു, എന്നിട്ട് എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്തു. 2 കണ്ടീഷനും മെറ്റ് ചെയ്താൽ എ ആയിരിക്കും ഗ്രേറ്റർ, അല്ലേലോ സി ആയിരിക്കും ഗ്രേറ്റർ. ഇനി ഫസ്റ്റ് എ ഗ്രേറ്റർ ദാൻ ബി അല്ല, അപ്പോൾ എന്തും കൂടെയും ചെക്ക് ചെയ്യണം, സി ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റർ സി ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ബി ആയിരിക്കും. നെക്സ്റ്റ് ആണ് ഇഫ് എൽസ് ഇഫ് ലാഡർ. അതായത് ഫസ്റ്റ് ഇഫ് കണ്ടീഷൻ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് ഇഫ്, അതും ഫോൾസ് ആണെങ്കിൽ എൽസ് ഇഫ്, അങ്ങനെ പോണതാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ. അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ 80 to 100 ആണെങ്കിൽ ഹോണേഴ്സ് വന്നം, 60 to 79 ആണെങ്കിൽ ഫസ്റ്റ് ഡിവിഷൻ വന്നം, 50 to 59 ആണെങ്കിൽ സെക്കൻഡ് ഡിവിഷൻ വന്നം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ഇതിന് നമുക്ക് ഇഫ് എൽസ് ഇഫ് ലാഡർ വെച്ചിട്ട് ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 79 ഗ്രേഡ് ഈക്വൽ ടു ഹോണേഴ്സ്, എൽസ് ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 59 ഗ്രേഡ് ഈക്വൽ ടു ഫസ്റ്റ് ഡിവിഷൻ, അങ്ങനെ നമ്മൾ ഓരോന്നും സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവസാനം നമ്മൾ അതിൻ്റെ ഗ്രേഡ് എന്ത് ചെയ്തു, പ്രിൻറ്റ് ചെയ്തു. വേറൊരു എക്സാമ്പിളാണ് കോഡ് ഈക്വൽ ടു 1 ആണെങ്കിൽ കളർ ഈക്വൽ ടു റെഡ്, എൽസ് ഇഫ് കോഡ് ഈക്വൽ ടു 2 ആണെങ്കിൽ കളർ ഈക്വൽ ടു ഗ്രീൻ, എൽസ് ഇഫ് കോഡ് ഈക്വൽ ടു 3 ആണെങ്കിൽ കളർ ഈക്വൽ ടു വൈറ്റ്, അല്ലെങ്കിൽ കളർ ഈക്വൽ ടു യെല്ലോ. ദെൻ അതിൻ്റെ ഫ്ലോ ചാർട്ടാണിത്. എൻട്രിയിൽ കണ്ടീഷൻ ചെക്ക് ചെയ്തു, ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫോൾസ് ആണെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷൻ, ഫോൾസ് ആണെങ്കിൽ മാത്രം ഓരോ കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് നമ്മൾ ഫൈനലി ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് വരെ അറൈവ് ചെയ്യും. ഇനി നെക്സ്റ്റ് ഒരു ഇലക്ട്രിക് പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ കൺസംഷൻ്റെ റേറ്റാണ്. ഇതും ഒരേപോലെ സ്ലാബ് പോലെ തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് പ്രോഗ്രാം എഴുതിയിരിക്കുന്നതാണിത്. ഇഫ് എൽസ് ഇഫ് ലാഡർ വച്ചിട്ടുള്ള പ്രോഗ്രാമാണ്. ദെൻ ഇവിടെ കണ്ടോ, ഇഫ് യൂണിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 ചാർജസ് സെറ്റ് ചെയ്തു, എൽസ് ഇഫ്, നെക്സ്റ്റ് എൽസ് ഇഫ്, അങ്ങനെ അതിനൊരു എക്സാമ്പിളാണ് ഇത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളുടെ ഇഫ് എൽസ് ഇഫ് ലാഡറിൻ്റെ വേറൊരു ഓൾട്ടർനേറ്റീവാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എൽസ് ഇഫ് ലാഡറിൽ ഓരോ ഇഫിലും പോയി കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഐട്രേഷൻ പ്രൊസീഡ് ചെയ്യാം. പക്ഷേ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആ കറസ്പോണ്ടിങ് ടെസ്റ്റ് ബ്ലോക്കിലേക്ക് പോകാൻ പറ്റും. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ സ്വിച്ചിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ടാവും, അതിലെ വാല്യൂ ഏതായിട്ടാണോ മാച്ച് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ബ്ലോക്ക് മാത്രം എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂഷൻ ചെയ്യുള്ളൂ. ഒന്നും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഡീഫോൾട്ട് ബ്ലോക്കിലേക്ക് എക്സിക്യൂഷൻ പോകും, എന്നിട്ടത് അവിടെ നിന്ന് എക്സിറ്റ് ആവും. ഇതിലൊരു എക്സാമ്പിളാണ് ഇൻഡെക്സ് ഈക്വൽ ടു മാർക്ക് ബൈ 10, സ്വിച്ച് ഇൻഡെക്സ് കേസ് 10, കേസ് 9, കേസ് 8 ആണെങ്കിൽ ഹോണേഴ്സ്, കേസ് 7, കേസ് 6 അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡീഫോൾട്ട് കേസിൽ ഗ്രേഡ് ഈക്വൽ ടു ഫെയിൽ എന്ന് വരും. നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ അനദർ എക്സാമ്പിളാണ്. 100 ആണെങ്കിൽ ഇൻഡെക്സ് 10, 90 to 99 ആണെങ്കിൽ കറസ്പോണ്ടിങ് ഇതാണ് ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ ആൻസറിലേക്ക് എഴുതുമ്പോൾ നമ്മൾ സ്വിച്ച് ക്യാരക്ടർ കേസ് എ ആണെങ്കിൽ എയർ ഡിസ്പ്ലേ, ദെൻ കേസ് ബി ആണെങ്കിൽ ബസ് ഡിസ്പ്ലേ. ഇത് വേറൊരു എക്സാമ്പിളാണ്. ഇതിൽ
എ ബി കണ്ടീഷൻസ് ആൽഫബറ്റ്സ് ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ക്യാരക്ടറിനെ റീഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ കേസിൽ ഓരോ കണ്ടീഷൻസ് വച്ചിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇപ്പോൾ നമ്മൾ ഇഫ് ഈ ഒരു കറസ്പോണ്ടിങ് വാല്യൂ ഇഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഫ്ലാഗ് ഈക്വൽ ടു 0 എന്ന് പ്രിൻറ്റ് വരണം, അല്ലെങ്കിൽ ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് പ്രിൻറ്റ് വരണം. ഇതിനെ കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എഴുതാം. അതായത് ഫ്ലാഗ് ഈക്വൽ ടു കണ്ടീഷൻ എഴുതാം, ക്വസ്റ്റ്യൻ മാർക്ക് ഈ സെറ്റ് ചെയ്യേണ്ടത് എന്താണോ കോളൻ എൽസ് പാർട്ടിൽ സെറ്റ് ചെയ്യേണ്ടത് എന്താണോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഇഫിനെ സെറ്റ് ചെയ്യുക. അതായത് കണ്ടീഷണൽ എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻ മാർക്ക് എക്സ്പ്രഷൻ 1 കോളൻ എക്സ്പ്രഷൻ 2. സോ ഇതിൽ ഒരു സാലറീൻ്റെ കണ്ടീഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് നമ്മൾ ഇഫിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. അതായത് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 40 ദെൻ അത് ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ ഇഫ് എക്സ് ലെസ് ദാൻ 40 ആണെങ്കിൽ എന്താ പ്രിൻ്റ് വരണ്ടേ, സാലറി ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് പ്ലസ് 100 അല്ലെങ്കിൽ ഇത്. ദെൻ ആ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഇഫിൻ്റെ ഫസ്റ്റ് പ്രിൻ്റാണ് എന്ത് 300. ദെൻ ഒരു എംപ്ലോയി ലോൺ അപ്ലൈ ചെയ്യണതിൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാമാണിത്. ഇതിലും നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ വച്ചിട്ടാണ് ഇഫ് എൽസിനെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺകണ്ടീഷണലി ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഗോ ടു ലേബൽ എന്ന് പറഞ്ഞാൽ ഈ ലേബൽ എവിടെയാണുള്ളത് അതിലേക്ക് ഡയറക്റ്റ് പ്രോഗ്രാം എക്സിക്യൂഷൻ എന്താവും ജമ്പ് ചെയ്യും. രണ്ട് രീതിക്ക് ജമ്പ് ചെയ്യാം, ഫോർവേഡ് ജമ്പും ബാക്ക്വേർഡ് ജമ്പും. നെക്സ്റ്റ് കുറച്ച് സ്റ്റെപ്പിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നതാണ് ഫോർവേഡ് ജമ്പ്, പ്രീവിയസ് സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ് ബാക്ക്വേർഡ് ജമ്പ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മെയിൻ ഇതിൽ റീഡ് കോൾ എന്ന് പറയുന്നതാണ് ലേബൽ. നമ്മളിതിൽ ഇഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഗോ ടു റീഡ് എന്ന് പറയുമ്പോൾ ഈ കണ്ടീഷൻ എന്ത് ചെയ്യും ബാക്ക്വേർഡിലേക്ക് ജമ്പ് ചെയ്യും. ദെൻ വൈ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്രിൻ്റ് എഫ് ദെൻ ഗോ ടു റീഡ് എഗെയിൻ ബാക്ക്വേർഡ് ജമ്പിങ്ങിൻ്റെ എക്സാമ്പിളാണ് അത്. ദെൻ ഗോ ടുവിൻ്റെ അനദർ യൂസാണ് നമുക്ക് ലൂപ്പിൻ്റെ പുറത്തോട്ട് ഔട്ട്സൈഡ് എക്സിക്യൂഷൻ പോകാൻ വേണ്ടിയിട്ടും ഗോ ടു യൂസ് ചെയ്യാം. ദെൻ ഇവിടെ കണ്ടോ ഇഫ് കണ്ടീഷൻ മെറ്റ് ചെയ്യുകയാണെങ്കിൽ ഗോ ടു എൻഡ് ഓഫ് പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ എൻഡ് ഓഫ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ലേബലിൻ്റെ പേരാണ്. അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സിക്യൂഷനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.